സന്തോഷം ഈ വേദിയിൽ വരാൻ പറ്റിയത്. നല്ലൊരു പേസി എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ് നമ്മൾ കണ്ടത്. ഈ പടം കുറച്ചധികം പുതുമുഖങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. ഈ പടം ഉറപ്പായിട്ടും ഒരു വലിയ സക്സസ്സിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുനീതിൻ്റെ റയറ ഫിലിംസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അർജുൻ PS ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൻ്റെ നിർമ്മാതാവ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു അച്യുത അവതാരം. ആൻഡ് ടൈറ്റിൽ ഇപ്പോൾ പറയുന്നില്ല, ടൈറ്റിൽ ഉടനെ തന്നെ പറയുന്നതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ. എന്തായാലും ഇവിടെ ഞങ്ങളെല്ലാവരും ബ്ലെസ് ചെയ്യാൻ വേണ്ടി വന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അച്യുത അവതാരം ഒരു വലിയ ഹിറ്റിലേക്ക് കുതിക്കട്ടെ. കമ്മിങ് സൂൺ അച്യുത അവതാരം. താങ്ക് യു. എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് തരാൻ പറ്റുമോ സാക്ഷികളെ പറ്റി? ഐഡിയ എന്ന് വെച്ചാൽ നല്ല പടമായിരിക്കും, നല്ലൊരു കഥയാണ്. അർജുൻ PS കഴിഞ്ഞ വർഷം വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ ഒരു കഥയാണ്. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അന്ന് അർജുൻ എന്നെ വെച്ച് പടം ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സുമായിട്ട് നടന്ന പോലെ കുറേ അലഞ്ഞു. അങ്ങനെ ലാസ്റ്റ് സംഘർഷമുള്ള നമ്മുടെ പുനീത്തിനെ കണ്ടുമുട്ടി. അങ്ങനെ പുനീത്തിനെ എന്നെ പോലെ തന്നെ ആ കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് പ്രൊജക്റ്റായി ഒരു രസമുള്ളൊരു ഫാമിലി ത്രില്ലർ. എനിക്കറിയില്ലായിരുന്നു, ഞാൻ അയച്ചിട്ടുള്ള ശമ്പളം മാത്രമേ എല്ലാവരും പറഞ്ഞുള്ളൂ. അത് ഇത് നേരത്തെ വീടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയാണ്. പക്ഷെ അങ്ങനത്തെ അവസ്ഥമായിട്ടില്ല കേട്ടോ. ഒരു പടം മാത്രമേ ഹിറ്റായിട്ടുള്ളൂ. ഈ പല പടങ്ങൾ ഹിറ്റാക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് സാധിക്കുമായിരിക്കും. ഇവിടെ അടുത്തതിൻ്റെ റിലീസാകാൻ പോകുന്ന ആരം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചൊരു പടമാണ്. നായകനെ നമ്മൾ എപ്പോഴും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, പ്രണയിച്ചിട്ടേ ഉള്ളൂ. അപ്പം സൈജുവാൻ ഇപ്പോഴും ക്രഷ് ആണെന്ന് പറഞ്ഞ പെൺകുട്ടികൾ വരാറുണ്ടോ? ഇത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ കുറെ പെൺപിള്ളേർക്ക് എന്നോട് ക്രഷ് കൊണ്ടിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ഇഷ്ടമായിരുന്നു, സന്തോഷം. പക്ഷേ പിൻകാലത്ത് നായകനായിട്ട് ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്കും എൻ്റെ കൂടെ അഭിനയിക്കാൻ ഹീറോയിൻസിനെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ അത് വേറൊരു വിഭാഗമായ ആൾക്കാരായിരിക്കും, എന്നോട് ക്രഷില്ലാത്ത ആൾക്കാരോടായിരിക്കും ഇത് പോയി ചോദിച്ചിരിക്കുന്നത്. അതെ, അത് ഇനി ഞാൻ പറയാം. അല്ല, ഇത്രയും പറഞ്ഞപ്പോഴും സൈജുവിനോട് നമുക്ക് എന്തും പറയാനുള്ള അത്രയും വലിയ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. ഒരു സാക്ഷികളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. സൈജു ആയിട്ടുള്ളൊരു ബന്ധം കുറേ അധികം നാളുകളായിട്ടുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അല്ലേ സൈജു? ഇല്ല, ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, അങ്ങനെ ഞങ്ങൾ കൂടുതലും ഷട്ടിൽ കളി, ക്രിക്കറ്റ് കളി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും കാണാറുള്ളത്. എന്തായാലും എന്താ പറയുക, സൈജുവിൻ്റെ കൂടെ സൈജു ഈ പറഞ്ഞ പോലെ ഏറ്റവും ഈ മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാരുടെ ആ ഒരു നിരയിലേക്ക് സൈജുവും എത്തിപ്പെട്ടു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. സൈജുവിൻ്റെ ഒരു പുതിയ മുഖം വന്നതിന് ശേഷം സൈജു ചെയ്യുന്ന ഈ ഒരു മൂവിയുടെ കൂടെ സൈജുവിൻ്റെ കൂടെ അഭിനയിക്കാനൊക്കെ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഡയറക്ടർ അർജുൻ തലശ്ശേരിയാണ്. ഞാൻ തൊടുപുഴക്കാരനാണെങ്കിലും എൻ്റെ അമ്മയുടെ നാട് തലശ്ശേരിയാണ്. ഞാൻ ജനിച്ചത് തലശ്ശേരിയിലാണ്. അപ്പോൾ എൻ്റെ കസിൻസും എന്താ പറയുക, ഞങ്ങളൊക്കെ വളരെ പണ്ട് തൊട്ടേ അറിയുന്നതാണ് അർജുൻ. അപ്പോൾ അർജുൻ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, അർജുൻ ഇങ്ങനെ ഒരു സിനിമാ മോഹവും സിനിമയുടെ പുറകെയാണ് എന്നുള്ളതൊക്കെ പണ്ട് തൊട്ടേ അറിയുന്ന കാര്യമാണ്. പിന്നെ സൈജു നായകനായിട്ട് ഇങ്ങനെ ഒരു മൂവി ചെയ്യാൻ പോവുകയാണ് എന്ന് അർജുൻ വിളിച്ച് പറയുകയും ഇതിലിങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി. അപ്പം എന്താ പറയുക, അങ്ങനെ അർജുൻ ഒരു ഡയറക്ടറായി മാറുന്നതിൽ ഒരുപാട് സന്തോഷം.